മോട്ടിവേഷൻ. എന്താണ് മോട്ടിവേഷൻ? കുറേ പേരുടെ തെറ്റിദ്ധാരണയാണ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റപ്പെടുത്തലാണ് എന്നുള്ളത്. അവരെന്ത് ചെയ്താലും അവർ നന്നാവാൻ വേണ്ടിയിട്ട്, സപ്പോസ് അത് നല്ലതാണെങ്കിൽ പോലും നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് അവരെ എന്താ പറയുക, അടുത്ത പ്രാവശ്യം കുറച്ചുകൂടി നല്ലത് ചെയ്യാനും പിന്നെയും ചെയ്യാൻ വേണ്ടിയിട്ട് കുറ്റപ്പെടുത്തിയിട്ട് അവരെ കുറ്റപ്പെടുത്തും. അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ എന്ത് ചെയ്താലും എൻ്റെ മമ്മി, എന്തുണ്ടാക്കിയാലും എൻ്റെ മമ്മി കുറ്റപ്പെടുത്തുമായിരുന്നു. അത് ശരിയല്ല, ഇത് ശരിയല്ല, അതിലങ്ങനെയാണ് ഇങ്ങനെയാണ്, അരിഞ്ഞത് ഭയങ്കര നീളനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാനൊരു ദിവസം ചോദിച്ചു, ഇത് ശരിയാണ്, നല്ലതാണെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണല്ലോ കഴിച്ചത്, അല്ലാന്നത് അവിടെ ഇരിക്കുമല്ലോ, അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങളെപ്പോഴും കുറ്റപ്പെടുത്തണമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നീ ഇതവിടെ നിർത്തും, അപ്പോൾ പിന്നെ നീ ചെയ്യല്ല, അപ്പോൾ പിന്നെയും ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറ്റപ്പെടുത്തണമെന്ന് പറഞ്ഞു. അത് തെറ്റായ ധാരണയാണ് മമ്മി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ ചെയ്തു, ഞാനിത് വെക്കാതെ അടുത്ത പ്രാവശ്യം മമ്മി നല്ലത് പറയുന്നു വെച്ചിട്ട് മമ്മി കുറ്റപ്പെടുത്തലാണ് ചെയ്തത്. അപ്പോൾ ഞാൻ ലാസ്റ്റ് തീരുമാനിച്ചു, ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ ചെയ്യുന്നില്ല, എൻ്റെ കൈ കൊണ്ട് വെച്ചുണ്ടാക്കി കഴിക്കാനുള്ള യോഗം നിങ്ങൾക്കില്ല, ഞാൻ ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞു. എനിക്ക് ആവശ്യമുള്ളത് മാത്രം ഞാൻ ഉണ്ടാക്കി കഴിക്കുക, ആരെന്ത് പറഞ്ഞാലും ശരി. അതാണോ മോട്ടിവേഷൻ? അതാണ് നമ്മുടെ, ചിലപ്പോൾ നമ്മൾക്കത് വല്ലാണ്ട് ഫീൽ ചെയ്യും, നമ്മളവിടെ നിർത്തും. നമുക്ക് ഇവർക്ക് ചെയ്തു കൊടുത്തിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചിട്ട് നിർത്തുന്നതാണ്. കുറേ പേര് കുറ്റപ്പെടുത്തൽ കേട്ടാലും ചെയ്തുകൊണ്ട് പോകും, തെറ്റാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനല്ല. ഇതേ കുറ്റപ്പെടുത്തലുകാർ ഇപ്പോൾ ഭർത്താക്കന്മാരായാലും ശരി, എന്താ പറയുക, കൂടപ്പിറപ്പോ അമ്മ അച്ഛൻ അങ്ങനെയൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തൽ ഉണ്ടാവും. എൻകറേജ് ചെയ്യുകയാണെന്നാണ് അവരുടെ വിചാരം. അല്ല കേട്ടോ. ഇപ്പോൾ ഇതേ ആൾക്കാർ ഒരു ക്രിക്കറ്റ് കാണുമ്പോൾ പറയാറില്ല, എന്താ പറയുക, അടുത്ത ബോളിൽ ഇവൻ ഉറപ്പായിട്ട് ഔട്ടാവെന്ന് പറയില്ല. നമ്മളെന്താ പറയുക, അടുത്ത ബോൾ ഫോർ അടിക്കും, ഇന്ത്യ ജയിക്കും. റണ്ണിങ് റേസ് ഉള്ളവനാണെങ്കിൽ റൺ ഓട് നിന്നെക്കൊണ്ട് പറ്റും എന്ന് പറയും. അതൊരു അമ്മ ചെറിയ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകുന്ന സമയത്താണെങ്കിലും ശരി, നാലാളുടെ മുന്നിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും, ഇത് എന്തുട്ടമ്മ അതെന്ന് ചോദിക്കും. ഓടുന്നല്ല പറയണേ, എൻകറേജ് അല്ലേ ചെയ്യുന്നത്. അതേ അവർ വീട്ടിൽ വരുമ്പോൾ എന്തുകൊണ്ടാണ്, ഇപ്പോൾ ഭർത്താവായാലും ശരി, അമ്മ ആയാലും ശരി, ആരായാലും ശരി, ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ ഒന്നും പറയാറില്ല, എൻകറേജ് ചെയ്തില്ലെങ്കിലും ഡിസ്കറേജ് ചെയ്യില്ല. അപ്പോൾ ഇനി നിങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ടവരെ കുറ്റപ്പെടുത്തിയിട്ടാണോ നിങ്ങൾ എൻകറേജ് ചെയ്യേണ്ടത്? അത് നന്നല്ലെങ്കിൽ കൂടെ നല്ലതാന്ന് പറഞ്ഞു നോക്കുക. അവർ ഉറപ്പായിട്ട് അടുത്ത പ്രാവശ്യം അവർക്കറിയില്ല ഇത് നല്ലതാണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ നന്നല്ലെങ്കിൽ കൂടെ അതിനെ നല്ലതാന്ന് പറഞ്ഞിട്ട് എൻകറേജ് ചെയ്ത് നോക്കുക. അടുത്ത പ്രാവശ്യം അത് അതിമനോഹരമായിരിക്കും.